Hello. Magic morning to all. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം നമുക്ക്. മാക്സിമം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത് ക്ലാസ്സിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ സെക്ഷൻ നമുക്ക് എടുക്കുന്നത് മെൻറ്റർ ആൻഡ് മെൻ്റലിസ്റ്റും ആയിട്ടുള്ള ദെൻ മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള അൽത്താഫ് പത്തൂർ സാറാണ് നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ട്രാൻസ്ഫോമിങ് അവർ മൈൻഡ് സെറ്റ് എന്നാണ്. ഓക്കെ, ഈ ഒരു നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ അൽത്താഫ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ അൽത്താഫ് സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ നല്ലൊരു മെഡിറ്റേഷൻ കിട്ടി. ഈ ക്ലബിനെ കുറിച്ച് ഇന്നാണ് കൂടുതൽ പരിചയപ്പെടാനും കൂടുതൽ അറിയാനും ഒക്കെ സാധിച്ചത്. വളരെ നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് കൂടുതൽ ദിവസം ഈ ക്ലബിന്റെ കൂടെ ജോയിൻ ചെയ്യാനും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് മോർണിംഗിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളതിൽ ഏറെ സന്തോഷം. ഞാനൊരു ചെറിയ സ്റ്റോറി പറഞ്ഞു തുടങ്ങാം. ഒരിക്കലും ഒരു രാജാവ് നടന്നു വരികയാണ്. രാത്രി സമയമാണ്. ആ സമയത്ത് ഗേറ്റിന്റെ മുമ്പിൽ ഒരു പാറാവുകാരൻ രാജാവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ പാറാവുകാരന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് രാജാവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റും. അങ്ങനെ രാജാവ് അല്പസമയത്ത് രാജാവും പരിവാരങ്ങളും നടന്നു പോവാണ്. ഈ രാജാവ് നടന്നു പോകുന്ന സമയത്ത് പാറാവുകാരൻ രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, എത്ര സുഖാണല്ലേ, എന്ത് സുഖാണ് ഈ രാജാവിന്റെ ലൈഫ്. അങ്ങനെ അന്ന് രാത്രി അയൽരാജ്യവുമായിട്ട് രാജാവ് കുറച്ച് പ്രശ്നത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അന്ന് രാജാവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. രാജാവ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഗേറ്റിന്റെ മുമ്പിൽ പാറാവുകാരൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോ രാജാവ് അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, എന്ത് സുഖാണല്ലേ ഈ പാറാവുകാരന്, എന്ത് മനോഹരമായിട്ട്, എന്ത് സുന്ദരമായിട്ടാണ് ആ മനുഷ്യൻ ഉറങ്ങുന്നത്. അപ്പോ രാജാവ് പറയുന്നു പാറാവുകാരനാണ് സുഖം, എന്നാൽ പാറാവുകാരൻ പറയുന്നു രാജാവിനാണ് സുഖം. അല്ലെ, വല്ലാത്ത ഒരു സാഹചര്യം. ഇനി പിന്നെ ഞാൻ വേറൊരു സ്റ്റോറിയും കൂടി പറയാം. ഒരിക്കലൊരു മുത്തശ്ശി അവരുടെ സൂചി നഷ്ടപ്പെട്ടു. അപ്പൊ അവര് വീടിന്റെ പുറത്ത് വന്നിട്ട് കാര്യമായിട്ട് സൂചി തിരയാണ്. മുത്തശ്ശി സൂചി തിരയുന്നത് കണ്ട് അവിടെ അടുത്തുള്ള ആളുകളും മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ മുത്തശ്ശി പ്രശ്നം? മുത്തശ്ശി പറഞ്ഞു, എന്റെ സൂചി ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ മുത്തശ്ശിയുടെ കൂടെ അവരും സൂചി തിരയാൻ തുടങ്ങി. ഒരുപാട് നേരം തെരഞ്ഞിട്ടും സൂചി കിട്ടുന്നില്ല. ആ സമയത്ത് അതിൽ തിരയുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, മുത്തശ്ശി ശരിക്കും ഇവിടെ തന്നെയാണോ സൂചി നഷ്ടപ്പെട്ടിട്ടുള്ളത്? അപ്പോ മുത്തശ്ശി പറഞ്ഞു, മോനെ, സൂചി നഷ്ടപ്പെട്ടിട്ടുള്ളത് വീടിന്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇതുപോലെയാണ് പലപ്പോഴും മുത്തശ്ശി ചെയ്യുന്നത്. ഉള്ളിൽ നഷ്ടപ്പെട്ട സൂചി പുറത്ത് തിരയുകയാണ് ചെയ്തത്. ഇതുപോലെയാണ് നമ്മളും ചില സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ കാണാതെ പുറത്തുള്ള മറ്റുള്ള ആളുകളുടെ കഴിവുകൾ കണ്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ കണ്ട് നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ, ഇത് പലപ്പോഴും നമ്മളുടെ കഴിവ് നമ്മള് ഉള്ളില് അപാരമായ കഴിവുകളും സാധ്യതകളും ഒക്കെ ഉണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കാണാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സന്തോഷത്തെ നമ്മൾ കാണാതെ പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അസംതൃപ്തി ഉണ്ടാവുകയും പിന്നെ അത് നമ്മളെ ഒരുപാട് നെഗറ്റീവ് തോട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ നെഗറ്റീവ് തോട്ട് നമ്മളെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോവാൻ നമുക്ക് പ്രചോദനമാകുന്ന ഒരു ഇന്ധനമാണ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ നമ്മൾ പിന്നോട്ടാണ് ഇത് വലിക്കുക. എന്നാൽ ഇത് പോസിറ്റീവ് തോട്ട് ആണെങ്കിൽ അത് എത്രത്തോളം ശക്തമാണോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ തോട്ടിന്റെ പവർ കാണിക്കാൻ വേണ്ടി ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം.
നമ്മളുടെ 2 കൈകളും നേരെ നിവർത്തി പിടിക്കാൻ പറ്റുമോ? എവിടെയും ടച്ച് ചെയ്യരുത്. നേരെ ഫ്രണ്ടിലോട്ട് ഒരേ ലെവലിൽ വരുന്ന രൂപത്തില് 2 കൈകളും എല്ലാവരും ഒന്ന് നിവർത്തി പിടിക്കോ? എന്നിട്ട് 2 കൈകളും ഒരേ ലെവലിൽ നിവർത്തി പിടിക്കണം. എന്നിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിൽ പറയണം. ഒന്ന് നിങ്ങൾ കണ്ണടക്കണം. കണ്ണ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ പറയാം. ഓക്കെ. നിങ്ങൾ സങ്കൽപ്പിക്കാണ് വേണ്ടത്. നിങ്ങളുടെ വലത് കൈയില് ഞാന് ഒരു പുസ്തകം വെക്കുന്നതായിട്ട് സങ്കൽപ്പിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഭാരേ തോന്നുന്നുള്ളൂ. വീണ്ടും ഞാൻ വലത് കൈയിൽ ഒരു പുസ്തകം കൂടി വെക്കുന്നുണ്ട് കൈയിന്റെ മുകളില്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു വെയിറ്റ് തോന്നുന്നുണ്ട്. നിങ്ങളുടെ കൈ പതുക്കെ താഴോട്ട് പോകുന്നു. വീണ്ടും ഞാനൊരു പുസ്തകം ആ കൈയിലോട്ട് വെക്കുന്നു. ആ കൈ ഇപ്പൊ നല്ല ഭാരം തോന്നുന്നുണ്ട്. കൈ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ആ കൈയിലോട്ട് ഞാനൊരു പുസ്തകം വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഹെവി വെയിറ്റ് ഫീൽ ചെയ്യുന്നു. കൈ പതുക്കെ താഴോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പുസ്തകം കൂടി ഞാൻ ആ കയ്യിൽ വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് അതിശക്തമായ ഭാരം കൈ പെട്ടെന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല. കൈ താഴോട്ട് പോയി അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ കണ്ണ് തുറന്ന് 2 കൈയുടെയും ഒരേ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരേ ലെവലിലാണോ 2 കൈയും നിൽക്കുന്നത്? കൃത്യമായി ചെയ്ത ആളുകൾക്ക് കൈയിന്റെ ലെവലിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടാവും. ഒരേ അപ്പോ ലെവലല്ല. അല്ല, ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അഥവാ അതെ അതെ. അതെ. അപ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിൽ സങ്കൽപ്പിക്കുന്നുള്ളൂ. സങ്കൽപ്പിച്ച കാര്യം നമ്മളുടെ ശരീരത്തിൽ നടക്കുകയാണ്. അഥവാ നമ്മൾ നിരന്തരം നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ചിന്തിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ നടക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അഥവാ ഒരു മനുഷ്യൻ രാവിലെ മുതൽ ചിന്തിക്കുന്നത് എനിക്ക് കഴിയും, എനിക്ക് കഴിയും. പോസിറ്റീവ് തോട്ട് ആണെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും. അതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തില് ആ മനുഷ്യൻ രാവിലെ മുതൽ ചിന്തിക്കാണ് എനിക്ക് കഴിയൂല, പ്രശ്നാണ്, പ്രോബ്ലം ആണ്. അങ്ങനെ ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ സ്വാഭാവികമായും ആ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മളുടെ ചിന്തയെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. പോസിറ്റീവ് ചിന്തകൾ വരുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പോ ഇനി ഒരു മനുഷ്യൻ രാവിലെ മുതൽ എണീറ്റ് പറയും എനിക്ക് സമാധാനമില്ല, പ്രശ്നാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒന്നിലും സമാധാനം കണ്ടെത്താൻ കഴിയില്ല. നമ്മളെ ശരീരത്തിന്റെ ഏഹ് ഒരു ഡ്രൈവറാണ് മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളെ മനസ്സ് പ്രവർത്തിക്കും. അപ്പം ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മളെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മളെ ലൈഫിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ ചില ആൾക്കാർ പറയും ഇതെന്റെ വിധിയാണ്. വിധിയാണ് എന്ന് പറഞ്ഞ് പിന്നെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ജീവിതം എന്ന് പറയുന്നത് സന്തോഷം മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പ്രശ്നങ്ങൾ വരും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരാളുടെ ജീവിതത്തിലും സുഖങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യനില്ല. പ്രശ്നങ്ങൾ നേരിടണം എന്നുള്ളത് ലൈഫിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോ ചില മനുഷ്യന്മാര് പറയും ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞ് സ്റ്റക്കായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ഒരുപാട് പേരെ കാണാം. ശരിക്ക് മനുഷ്യന്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിധി എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല. ഇപ്പൊ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് വിധി നമുക്ക് കാര്യമായിട്ട് ഒന്നും മാറ്റം വരുത്താൻ പറ്റാത്ത. അപ്പൊ അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത വിധിയായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ ജനിക്കണം അത് നമുക്ക് തീരുമാനിക്കാൻ കഴിയൂല. അത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ച ഒരു നിയമമായിട്ട് നമുക്ക് കാണാം. നമ്മൾ ആരുടെ മകളാവണം എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയൂല. പക്ഷെ നമ്മുടെ പ്രവർത്തനത്തില് ഒരു ഇപ്പൊ ഈ സമയം
ഈ ഇപ്പൊ കൃത്യം 6 മണി ആവാനായി. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം. ഇത് നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ക്ലബിൽ വന്ന് ജോയിൻ ചെയ്ത് നല്ല മെഡിറ്റേഷൻ കേൾക്കാം, നല്ല തോട്ടുകൾ സ്വീകരിക്കാം. ഇത് നമ്മളുടെ ചോയ്സ് ആണ്. ഈ സമയത്ത് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാം. ഇതൊക്കെ നമ്മളുടെ ചോയ്സ് ആണ്. അപ്പം ഇതൊക്കെ എല്ലാം ലൈഫിൽ വിധിയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണ്ട. എല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടു. അതുകൊണ്ട് അതൊക്കെ അതിനനുസരിച്ചേ നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റക്ക് ആയാൽ നമ്മൾ പ്രതിസന്ധി സമയങ്ങളിൽ നമുക്കൊരു പ്രശ്നത്തെ തടയാൻ കഴിയൂല, പരിഹരിക്കാൻ കഴിയൂല. അതെല്ലാം എന്റെ വിധി എന്ന് പറഞ്ഞ് നമുക്ക് ഒളിച്ചോടാനേ കഴിയൂ. ഒരു മനുഷ്യൻ എപ്പോഴാണോ പ്രശ്നത്തെ പ്രശ്നം വരും. ആ പ്രശ്നത്തെ ത്തിന്റെ മുമ്പിൽ പരാജയപ്പെടാതെ അതിനെ നേരിടാൻ വീണയിടത്തുനിന്ന് എണീറ്റ് മുന്നോട്ട് കുതിക്കാൻ എപ്പോഴാണോ തയ്യാറാവുന്നത്, അപ്പം മുതൽ നമ്മൾ എന്ത് ചെയ്യും? വിജയത്തിലോട്ടാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ അവിടെ സ്റ്റക്ക് ആവുന്നത്, ഇതെന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റക്ക് ആവുമ്പോഴാണ് ശരിക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യാ, ജീവിതത്തിൽ വരും. അതിനെ നമുക്ക് നേരിടാൻ കഴിയണം. പോസിറ്റീവായി നമ്മൾ ചിന്തിക്കുക. പോസിറ്റീവ് തോട്ടുകൾ നമ്മളെ മനസ്സിന് കൊടുക്കുക. തീർച്ചയായും അത് നമ്മളെ ഒരുപാട് നന്മയിലേക്കും പോസിറ്റീവായ കാര്യങ്ങളിലേക്കും നയിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു. ഗോപിക അവിടെ പോയി. ഗോപിക എവിടേക്ക് പോയി? ഹലോ. ആ, ജസ്റ്റ് ഒന്ന് കട്ടായി പോയി. ഓക്കെ. ഓക്കെ, എനിവേ താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ സെഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങളുടേതായുള്ള സജഷൻസോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഓക്കെ, സിന്ധു മാം. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാർ പറഞ്ഞത് സത്യമാണ്. കാരണം ചെറിയൊരു തലവേദന ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ചെറിയൊരു തലവേദന ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിങ്ങനെ എല്ലാരോടും പറയും, അയ്യോ എനിക്ക് തലവേദനിക്കണം, അയ്യോ എനിക്ക് തലവേദനിക്കണം, എല്ലാരോടും പറയും. സ്വയം നമ്മൾ പറയും, നമ്മൾ സ്വയം നമ്മളോട് തന്നെയും പറയും. അങ്ങനെ പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴേക്കും അത് വലിയൊരു തലവേദനയാക്കി മാറ്റുന്നതും നമ്മൾ തന്നെയാണ്. അപ്പോ എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇനിയിപ്പോ എന്തൊരു അസുഖങ്ങളാണെങ്കിലും അതിനെ നമ്മള് ഒന്ന് ചെറുതായിട്ട് കണ്ട് നമ്മള് ഇതാക്കണെങ്കിൽ അപ്പൊ അത് അവിടെ മാറും. പക്ഷെ നമ്മൾ തന്നെയാണ് അതിനെ വലുതാക്കുന്നതും ചെറുതാക്കണതും ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ അതുപോലെ നല്ല കഥയും അതുപോലെ തന്നെ ആ കഥ രണ്ടെണ്ണം സാറ് പറഞ്ഞതും സൂപ്പറായിട്ട്, രാജാവിന്റെ കഥയും സൂചി ഇതൊക്കെയ കഥയൊക്കെ പറഞ്ഞത് നന്നായി കേട്ടിട്ടുണ്ട്. സൂചിയുടെ കഥ കേട്ടിട്ടുണ്ട്, രാജാവിന്റെ കഥ അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ്. അപ്പൊ നല്ല കഥയായിരുന്നു സാറ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു വിളിക്കാനുള്ള സാഹചര്യം കൊടുക്കാതെ ഒന്ന് മുന്നോട്ട് വന്നിട്ട് സ്വയം ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ എല്ലാവരും. ഓക്കെ, താങ്ക് യു. മാം, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് സംസാരിക്കാൻ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുക അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ. ഹലോ. പ്രീത മാം. മാജിക് മോർണിംഗ് അൽത്താഫ് സാർ. നല്ലൊരു ക്ലാസ്. കുറച്ച് സമയം ഉണ്ടായിരുന്നതുണ്ടെങ്കിലും നന്നായി ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് സാർ പാസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ള ആളുകളുടെ കഴിവിനെ പൊക്കി പിടിച്ച് നടക്കുന്ന ആളുകളാണ് മിക്ക ആളുകളും. പക്ഷെ നമുക്ക് എത്രത്തോളം നമ്മുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണത്താൽ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് എതിരായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കൊരു നെഗറ്റീവ് ഒരു തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംസാരം കേൾക്കേണ്ടി വന്നാൽ
അത് ചിലപ്പോൾ അവർ പറഞ്ഞ ആളുകൾ അപ്പൊ തന്നെ മറന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളത് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ അയ്യോ അയാൾ എന്താ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് അത് വേറെ വലിയൊരു എന്താ ക്ലാഷിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രതീതിയാണ് ഇന്നത്തെ ആളുകൾക്ക്. കാരണം ചിലപ്പോൾ ആളത് പറഞ്ഞ് അത് അപ്പൊ തന്നെ വിട്ടു, ആള് ഫ്രീ ആയിട്ട് നടക്കുന്നു. പക്ഷെ ഈ വ്യക്തി അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു സൗഹൃദമാണ് അതൊരു നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആളുകള് പല ആളുകളെയും നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും സാറ് കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞു, ആ സമയത്ത് അത് തീർന്നു. പിന്നീട് അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ ഊതി വീർപ്പിക്കാതെ അപ്പൊ തന്നെ ആ പറഞ്ഞ കാര്യങ്ങൾ തീർക്കുക. അല്ലെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിലും ഇന്നത് പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല, അത് കാരണം ഇനി അങ്ങനെ മേലാൽ അങ്ങനെ സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ ആ സൗഹൃദം വീണ്ടും നിലനിൽക്കും. അപ്പൊ അത് ഇല്ലാതെയാണ് പല ബന്ധങ്ങളും ഇന്ന് തകരുന്നത്. സാറ് വളരെ നല്ലൊരു ക്ലാസ്, നല്ലൊരു മെസ്സേജ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. അൽത്താഫ് സർ, കാരണം ഇപ്പൊ നമ്മളാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട ആളുകൾ. അപ്പൊ നമ്മുടെ ചില സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷനിൽ ഏതാണ് പോസിറ്റീവ് കേസ് എന്ന് ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. സോ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പോയിന്റ്സോ കാര്യങ്ങളോ ഒന്ന് പറയാവോ? നമ്മുടെ തിങ്കിങ് കാര്യം പോസിറ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യോ ക്വസ്റ്റ്യൻ? ഓക്കെ. ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയും നമ്മളായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ചില സിറ്റുവേഷനിൽ പോസിറ്റീവ് കേസ് ഏതാണ് നെഗറ്റീവ് ഏതാണ് നമുക്ക് മനസ്സിലാവാത്ത കേസസ് ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്തത് ശരിയാണോ, ഈ കറക്റ്റ് നമ്മൾ ഈ സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഉണ്ടായിരിക്കുമല്ലോ. സോ അത്തരം കാര്യം നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പം പോസിറ്റീവായിട്ട് ഇപ്പം നമ്മളെ മുമ്പില് പിന്നെ നമുക്ക് പോസിറ്റീവ് ആവാൻ ചിലപ്പോ ചില സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അഥവാ ഇപ്പൊ നെഗറ്റീവ്, നമ്മളെ ചുറ്റും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ പോവേണ്ടി വരും. ചിലപ്പോ ചില മനുഷ്യന്മാരായിരിക്കും ഫുള്ള് നെഗറ്റീവ്. നമുക്ക് മുമ്പ് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ പോസിറ്റീവായ മനുഷ്യന്മാരെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ, വലിയ വലിയ ചിന്തകൾ, ഉയർന്ന ചിന്തകൾ, നല്ല തോട്ടുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുടെ മുമ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അറിയാതെ അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ തോട്ടുകൾ നമ്മളിലേക്ക് വരും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സൈക്കോളജിക്കലി ഒരു മനുഷ്യന്റെ ഏറ്റവും അടുത്തുള്ള 5 ആളുകളുടെ സ്വഭാവം ആ മനുഷ്യനിലേക്ക് അറിയാതെ വരുന്നതാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 പേരുടെ സ്വഭാവം അയാൾ അറിയാതെ അയാളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോ ഇപ്പൊ നമുക്കറിയാം, നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പം ചില മൂളിപ്പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. എവിടുന്നെങ്കിലും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു മൂളിപ്പാട്ട് പാടിയിട്ടുണ്ടാവുക. നമ്മളുടെ ഫ്രീ സമയങ്ങളിൽ നമ്മൾ അറിയാതെ അത് ഒറ്റ തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതെന്ത് ചെയ്യും, അറിയാതെ നമ്മളും അത് പാടും. അത് അത് അവരുടെ സ്വഭാവം നമ്മളിലേക്ക് വരികയാണ്. അപ്പൊ പോസിറ്റീവായ ആളുകളുടെ, അല്ലെങ്കിൽ വലിയ ചിന്തകൾ, വലിയ വിജയങ്ങൾ നേടിയ ആളുകളുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ മാറാനും വിജയിക്കാനും ഒക്കെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് നമ്മളിലേക്ക് വരും. നെഗറ്റീവായ ആളുകളുടെ കൂടെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ നെഗറ്റീവ് കേട്ട്, നെഗറ്റീവ് കണ്ട് അവസാനം നമ്മളുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ എല്ലാം നെഗറ്റീവായി മാറും. ഇപ്പൊ ചില കുട്ടികളൊക്കെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവരുടെ പാരന്റ്സ് ഡോക്ടർ ആയതുകൊണ്ട് ആ മക്കളും ഡോക്ടറായി, അല്ലെങ്കിൽ ഫാദർ എഞ്ചിനീയർ ആയതുകൊണ്ട് മകൻ എഞ്ചിനീയർ ആയി, പിന്നെ മദർ ടീച്ചർ ആയതുകൊണ്ട് മകള് ടീച്ചറായി. അപ്പൊ അങ്ങനെ ഈ പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ പിന്നെ പാരമ്പര്യമായിട്ട് ചില സ്വഭാവങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടും. ഇപ്പം ഒരു എക്സാമ്പിളും കൂടി പറയാം. ഇപ്പോ എന്റെ ഫാമിലിയില് എന്റെ ബ്രദറിന്റെ പിന്നെ വൈഫ് വെജിറ്റബിൾ മാത്രമേ കഴിക്കൂ. വെജിറ്റബിൾ മാത്രമേ കഴിക്കൂ. ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ്, ഫിഷ് ഒന്നും കഴിക്കൂല. അപ്പോ അവരുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ആദ്യ തുടക്ക സമയത്തൊക്കെ അവര് ചിക്കന്, പിന്നെ നോൺ വെജ് ഫുഡൊക്കെ കഴിക്കും. പക്ഷെ
ഇവര് സ്ഥിരമായിട്ട് പിന്നെ നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് കുട്ടികളും ആ ലെവലിലേക്ക് മാറുകയാണ്. അഥവാ നമ്മുടെ ചുറ്റും എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് നമ്മള് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ പോസിറ്റീവായ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ്. നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തില് പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ മാറി നിൽക്കും. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു സർ. കറൻലി ഇപ്പൊ നമ്മുടെ ബി മാജിക് എന്നുള്ള കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. കാരണം ഒരു കൂട്ടം പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ മൈൻഡ് സെറ്റും പോസിറ്റീവ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. സോ മോർണിംഗിൽ അങ്ങനെ ഒരു സെഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിവേ താങ്ക് യു സർ. ദെൻ റസാഖ് സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. അപ്പോ നമ്മൾ പരസ്പരം ഇപ്പൊ രാജാവിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഒക്കെ നല്ല സുഖമാണ്, എനിക്ക് മാത്രമാണ് സുഖമില്ലാത്തത് എന്ന ചിന്തയിൽ നിന്ന് പലർക്കും ഉള്ളത് അല്ലെ. നമ്മളെല്ലാ സിറ്റുവേഷനും അങ്ങനെയാണ്. സാറിപ്പോ എന്തായാലും ഒരു മെന്റലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാം, പലരും മനഃശാസ്ത്രം പഠിക്കുന്നതിന് എന്തിനാ അറിയോ? മെന്റലിസം പഠിക്കാനാണ്. മെന്റലിസം പഠിക്കാൻ വേണ്ടിയിട്ടാണ് മനഃശാസ്ത്രം പഠിക്കേണ്ടത്. പക്ഷെ മനഃശാസ്ത്രവും മെന്റലിസമായിട്ട് പരസ്പരം ബന്ധമില്ല. എന്നാൽ മെന്റലിസം പഠിച്ച ഒരാൾക്ക് എന്താവും? മനഃശാസ്ത്രം എന്താന്ന് മനസ്സിലാവും. മനഃശാസ്ത്രം പഠിച്ച ആൾക്ക് മെന്റലിസം എന്താന്ന് പഠിക്കാൻ കഴിയൂല. ഇത് സിറ്റുവേഷനാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു മനഃശാസ്ത്രം വിചാരിക്കും, ഓ ഞാൻ ഇത്രയും മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് എനിക്ക് മെന്റലിസം പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അപ്പൊ എന്നെക്കാളും ബെറ്റർ അവനാണെന്ന് ചിന്തിക്കും. ഞാൻ മെന്റലിസ്റ്റ് വിചാരിക്കും, ഞാനൊരു മെന്റലിസം മനസ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കണം, പക്ഷെ കൺട്രോൾ ചെയ്യണില്ല. എന്നാൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട്, അവരാണ് ബെറ്റർ എന്ന് നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ പരസ്പരം ചിന്തകൾ, നമ്മുടെ ചിന്തകളൊക്കെ എന്താവും, അവർക്കാണ് സുഖം അല്ലെങ്കിൽ അവർക്കാണ് മെച്ചം, നമുക്കൊരു മെച്ചമില്ല എന്നുള്ളൊരു ചിന്തയിലേക്കാണ് അതിന് വരിക പൊതുവെ. പക്ഷെ ഇതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഇതേപോലുള്ള ഒരു കമ്മ്യൂണിറ്റി, കുറെ ആളുകള് പരസ്പരം, ഞാനൊക്കെ എന്റെ ജീവിതത്തില് നന്നായി എന്നൊരു വാക്ക് കേൾക്കേണ്ടത് ബി മാജിക്കിൽ വന്നിട്ടാണ്. അതിനു മുമ്പ് അങ്ങനെ വാക്ക് ഞാൻ പരിചയമില്ല. എന്ത് ചെയ്താലും എന്താണ് അതങ്ങനല്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളൊരു പാട്ട് പാടിയാല് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും. നേരെ കുറച്ച് ഇവിടെ പാട്ട് ഉഷാറാണ്, നന്നായിട്ടുണ്ട് എന്നൊരു വാക്ക്. അപ്പൊ ആ വാക്കിൽ നിന്നാണ് നമുക്ക് പ്രചോദനം കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കും. ശരിക്ക് ഈ രണ്ട് ശാസ്ത്രം ഞാൻ പഠിച്ച ആളാണ്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്താണ് ഈ പ്രചോദനം ലഭിക്കലും പ്രോത്സാഹനം ലഭിക്കലും എന്ന് മനസ്സിലായത് ബി മാജിക്കിൽ വന്നതിന് ശേഷം. അപ്പൊ താങ്ക് യു, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആ ഒരു മൈൻഡിനെ കുറിച്ച് സംസാരിച്ച് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വെൽക്കം. ഓക്കെ, താങ്ക് യു റസാഖ് സർ. ദെൻ നെക്സ്റ്റ് ആരാ വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലും ഈ ടൈമിലൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. മാജിക് മോർണിംഗ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ ചില അവധി ദിവസങ്ങളിൽ നമ്മുടെ ഈ അസോസിയേഷന്റെ കീഴില് കുറച്ച് വയസ്സായവരും പിന്നെ ഒരുപാട് ഇങ്ങനെ മാനസികമായിട്ട് വെല്ലുവിളി ആരും ഇല്ലാത്ത കുറച്ച് പേര് വന്നിരിക്കുക, അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കിട്ടുന്ന സമയം അവിടെ ചെന്നിരുന്ന് കേൾക്കും. കാരണം അവർക്ക് പറയാറില്ല, എന്നെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. വന്നിരുന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. മിക്കതും അവരുടെ കുടുംബത്തിൽ നടക്കുന്ന സങ്കടങ്ങളും വിഷമങ്ങളും അവരത് ചെയ്തു ഇത് ചെയ്തു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി കൊടുക്കുകയും അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള ഒരു ഇത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ചു നേരം ഇന്ന് അവർക്കും ഒരു സന്തോഷം, പരസ്പരം സംസാരിക്കാനും ഒക്കെ കേൾക്കും. ഇപ്പൊ എനിക്ക് കേട്ടിട്ട് ഞാനിനി അവിടെ ചെന്നിരിക്കുന്ന എൻ്റെ മനസ്സിന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊരു പേടി എനിക്ക് തോന്നുന്നു ഇപ്പൊ സാറ് പറഞ്ഞു കേട്ടപ്പോ. നമുക്ക് ചുറ്റും ഇരിക്കുന്നവരുടെ സ്വഭാവം നമുക്ക് വരുന്നു എന്ന് അത് ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പക്ഷെ ചെല്ലാതിരുന്ന അവരവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങും, ഒന്ന് വരുമോന്ന്. വന്നിട്ട് ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കും പോലെ ചെറിയ പാട്ടുകൾ പാടിപ്പിക്കും, എന്തെങ്കിലും ആക്ടിവിറ്റി. അവർക്കതൊരു ഭയങ്കര സന്തോഷമാണ്. അതിന് ഇപ്പൊ ഞാൻ ആലോചിക്കാം, ഞാൻ ചെന്നിരുന്ന എന്റെ സ്വഭാവം അതിലോട്ട് പോകുമെന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ സർ? ഓക്കെ, മാഡം ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഇത്. പിന്നെ നമ്മള് ഉദ്ദേശിച്ച ആ ആശയത്തിലേക്കല്ല. ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ ഒരു സുഹൃത്ത് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും പിന്നിൽ ഒരു മനുഷ്യൻ വല്ലാത്ത മൂഡ് ഔട്ട് ആയി ഇരിക്കുന്നുണ്ട്. അയാളെ കണ്ടാൽ തന്നെ നമുക്ക്
പറയാൻ കഴിയും. അയാൾ എന്തോ വല്ലാത്തൊരു പ്രയാസം, മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നും. അപ്പൊ എന്റെ സുഹൃത്ത് ആ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാർ എന്തെങ്കിലും പ്രശ്നങ്ങള്, എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? സാർക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നെ ക്ലാസ് കഴിയുന്ന സമയത്ത് വീണ്ടും ആ മനുഷ്യൻ അതേ മാനസികാവസ്ഥയിൽ കണ്ടപ്പം, മുഖഭാവം ഒക്കെ കണ്ടപ്പം, ബോഡി ലാംഗ്വേജ് കണ്ടപ്പം വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ ആ മനുഷ്യൻ വീണ്ടും പിന്നെ പറഞ്ഞു, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഒഴിഞ്ഞു മാറി. എന്റെ സുഹൃത്ത് വീട്ടിലെത്തി അന്ന് രാത്രി പിന്നെ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോള്. ഫോൺ എടുത്ത് നോക്കിയപ്പോ ആ മനുഷ്യനാണ് നേരത്തെ പ്രയാസം എന്താണ് വല്ലാതെ മാനസിക പ്രയാസം അനുഭവിച്ച ആ മനുഷ്യനാണ് വിളിക്കുന്നത്. ആ മനുഷ്യൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു അന്ന്. ഒരുപാട് പ്രയാസങ്ങൾ ആ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസം അദ്ദേഹം എന്ത് ചെയ്തു, ഈ പിന്നെ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്ത് ഈ മനുഷ്യനെ കാണാൻ പോവുകയും ഈ മനുഷ്യന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്ന, മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന സംഭവം എന്റെ സുഹൃത്തിനോട് തുറന്നു പറഞ്ഞു. ഒരുപാട് മണിക്കൂറുകൾ ആ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കേട്ട് എന്റെ സുഹൃത്ത് തിരിച്ചു പോന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം ആ മനുഷ്യൻ വീണ്ടും എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് നിങ്ങൾ എന്റെ പ്രയാസം കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാന് അന്ന് രാത്രി പിന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഞാൻ ഒരുക്കി തയ്യാറായി നിൽക്കുകയായിരുന്നു അന്ന് രാത്രി. അപ്പോഴാണ് അന്ന് നിങ്ങൾ ചോദിച്ച ആ ചോദ്യം എന്റെ മനസ്സിലേക്ക് വന്നത്. എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ആ ചോദ്യം വീണ്ടും വീണ്ടും എന്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ സാറെ വിളിച്ചത്. എന്റെ കാര്യങ്ങള്, എന്റെ പ്രശ്നം തുറന്നു പറഞ്ഞത്. ആ മനുഷ്യന്റെ പ്രശ്നം എന്റെ സുഹൃത്ത് കേൾക്കുക മാത്രമാണ് കാര്യമായിട്ട് ചെയ്തത്. ചില മനുഷ്യന്മാരുണ്ടാവും ഉള്ളിൽ വല്ലാത്ത പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കൊണ്ട് നടക്കുന്ന എത്രയോ പേര് നമ്മളെ ചുറ്റുമുണ്ട്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരാളില്ലാത്ത, അല്ലെങ്കിൽ അയാളുടെ പ്രശ്നം കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊന്ന് കേട്ടാ മതി ചില ആളുകള്. അവരുടെ പ്രശ്നങ്ങൾ ഏകദേശം 80% അല്ലെങ്കിൽ 90% അവിടെ അവസാനിക്കും. അവരുടെ ഇത്തരം ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും. അപ്പൊ ഒരിക്കലും പിന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മള് ഒരാളുടെ പ്രശ്നം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നം കേൾക്കുന്നത് പിന്നെ അതൊരു തെറ്റായ കാര്യമല്ല. നമുക്ക് ആ സമയത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ചിലപ്പോ നമ്മളുടെ മക്കളാവാം, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കളാവാം. ഈ പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം, നമുക്ക് ആരെയും കേൾക്കാൻ സമയമില്ല എന്നുള്ളതാണ്. എല്ലാവരും ബിസിയാണ്. എല്ലാവരും അവരുടേതായ ലോകത്താണ്, അല്ലെ സോഷ്യൽ മീഡിയയിലാണ്. പരസ്പരം ആരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. ആരുമായിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പരസ്പരം ചാറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ ബാരിയർ വരികയാണ്, സ്റ്റക്ക് ആവുകയാണ്, സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോ പിന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊന്ന് നമ്മൾ കേട്ടാൽ തന്നെ മതി. ചില അധിക സാഹചര്യങ്ങളിലും നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസം കേട്ടാൽ തന്നെ അവർക്ക് വല്ലാത്തൊരു ആശ്വാസം ലഭിക്കും. അപ്പം ഇത്തരം പ്രയാസങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. ഞാനിപ്പോ ചിന്തിച്ച അത്രയും അതായിരുന്നു. അയ്യോ, ഞാൻ പോയിരുന്നു, ഇനി എനിക്ക് ഇത് നെഗറ്റീവായിട്ട് വരുമെന്ന്. താങ്ക് യു സർ. അവർക്ക് ഞാനില്ലാതെ പറ്റില്ല. ചെന്ന് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷവും. കുറെ നേരം കേട്ടിരിക്കുക, അവരെ കേട്ടിരിക്കുക. ഇപ്പോ നമ്മളെ പിന്നെ ചുറ്റും ചില ആളുകൾ ഉണ്ടാവും, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അത്തരം ആളുകളെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്.
ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മികച്ച നല്ലൊരു കാര്യമാണ്. ഓക്കെ. മേഘ മാം ക്ലിയർ ആണല്ലോ? മനസ്സിലായി. സമാധാനമായി. ഓക്കെ. ദെൻ മണി സർ. സർ മാജിക് മോർണിംഗ് നല്ലൊരു സെഷനായിരുന്നു. നമ്മൾ മോർണിംഗ്. ആ 2 ഉദാഹരണം ആ ടാസ്കും ഒക്കെ നമ്മളെ മനസ്സിന്റെ അപാര ശക്തിയെ പറ്റിയിട്ട് സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് നല്ലൊരു അവതരണമായിരുന്നു. അപ്പൊ ചിന്തകളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം മനസ്സിന്റെ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാറണമെങ്കിൽ നമ്മളെ ചിന്തകളെ മാറ്റണം. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് എത്തിപ്പെടുക. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ സ്റ്റക്കാകാതെ നമ്മൾ ചിന്തകളെ മാറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വർദ്ധിപ്പിച്ച് ജീവിത വിജയത്തിലേക്ക് പോകുക എന്നുള്ളത് സാറിന്റെ ക്ലാസ്സിലൂടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. നല്ല ക്ലാസ്. ഓക്കെ. ഓക്കെ. താങ്ക് യു മണി സർ. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം ഞാൻ കേട്ടോ. ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം. ഞാന് സാറിനോട് പറയാണ്, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾക്കൊരു മന്ത്ലി റിപ്പോർട്ട് കൊടുക്കണ ദിവസമായിരുന്നു ഇന്നലെ. അപ്പൊ ഞങ്ങളുടെ സെക്ടറിൽ 29 ടീച്ചർമാരുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് റിപ്പോർട്ട് എടുക്കും. അപ്പൊ ഞാൻ കുറച്ച് ബാക്കിലേക്ക് എന്റെ സെന്ററിൽ വെച്ചിട്ടാണ് ഇന്നലെ മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നീറ്റ് പോകേണ്ട കാരണം ഞാൻ ഏറ്റവും ബാക്കിലിരുന്നു. അതിന്റെ തൊട്ട് ഒരു 5-6 ടീച്ചർമാർ എന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവര് പറഞ്ഞ് എന്നോട് സംസാരിക്കുമ്പോ എന്താണ് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് ഒരു ടീച്ചർ. അപ്പൊ ഞാൻ അങ്ങനെ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞു. മെഡിറ്റേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ അവരോട് വായ തൊരാതെ കുറെ നേരം സംസാരിച്ച എന്തിനാന്ന് വെച്ചാൽ ഇവരൊക്കെ വെറും അലസന്മാരും മടിയന്മാരൊക്കെയാണ്. കാരണം ഇവർക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അംഗൻവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് പിടിച്ച ജോലിയാണ്. കാരണം നമുക്ക് ഉറങ്ങുന്ന ഉറക്കത്തിൽ വരെ അവർ എന്ത് റിപ്പോർട്ട് വെച്ചാലും അപ്പൊ പറഞ്ഞു കൊടുക്കാൻ രീതിയിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു ജോലിയാണിത്. ലീവ് എടുത്താൽ പോലും നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പൊ അവര് പറഞ്ഞ് ഈ ജോലിയുടെ ഇടയിൽ ഇതൊന്നും ഞങ്ങൾക്ക് നടക്കില്ല, ഇങ്ങനെ ക്ലാസ് വെക്കലൊക്കെ നിന്നെക്കൊണ്ട് എങ്ങനെ അതൊക്കെ സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ചക്ക വേരുമ്പലും കഴിക്കുന്നുള്ളത്. നമുക്ക് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കത് വേണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കും എന്ന് പറഞ്ഞു കൊടുത്തേനെ അവരോട്. അതിന് ഞാൻ ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ, ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചും അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ വരാതെ പറഞ്ഞു കൊടുത്തപ്പോ ആ ടീച്ചർമാരൊക്കെ വായ പൊളിച്ചിങ്ങനെ ഇരിക്കുന്നു, മുഖത്തേക്ക് നോക്കിയിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതിനൊന്ന് കേറി നോക്ക്. ഈ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എനർജി ഡ്രിങ്ക് ആണ് നമുക്ക് രാവിലത്തെ ഈ ഒരു മെഡിറ്റേഷനും ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞത്. അതൊരു ദിവസം നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അന്നത്തെ ദിവസത്തിന്റെ ഒരു വലിയൊരു നഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത്, നമുക്ക് ഒരുപാട് സ്ട്രെസ്സുള്ള ആൾക്കാർ തന്നെയാണ്, നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് എല്ലാതും നമുക്കുണ്ട്. അതിനൊക്കെ നമ്മളിങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണുണ്ടെങ്കിൽ, അതിനൊരു കഴിവുണ്ടെങ്കിൽ അത് ഈ ബി-മേജിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു കഴിവാണ്. അങ്ങനത്തെ കുറെ പോസിറ്റീവ് ക്ലാസ്സുകളും ഇതൊക്കെ കേട്ടിട്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന്, ഫ്രീ ക്ലാസ് ഒക്കെ ഉണ്ട് നമ്മളതിൽ, ഒരു ദിവസമെങ്കിലും ഒന്ന് കയറി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെത്ര. അപ്പൊ സാറ് പറഞ്ഞല്ലോ, അപ്പൊ അവരെന്നോട് പറയാ, നിനക്ക് ഭയങ്കര കഴിവുണ്ട് ട്ടാ, അപ്പൊ നിനക്കൊരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് പോകാനും ഒരു കൗൺസിലിംഗ് ആയിട്ട് പോകാനൊക്കെ നല്ല കഴിവുണ്ട്, നിന്റെ സംസാരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ സ്കില്ലുണ്ട്, നമ്മളത് തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ എവിടെയും അത് പ്രദർശിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഇതിൽ ഫീഡ്ബാക്ക് പറയുമ്പോ ആളുകൾ മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാ? നമ്മളെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ നമ്മൾ ഒരാളെ മുന്നിൽ കാണിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇന്നലെ പറയാൻ പറ്റിയപ്പോ കുറെ ആൾക്കാരുടെയെങ്കിലും മനസ്സിലേക്ക് ഈ ഒരു സന്ദേശങ്ങൾ എത്തിക്കാൻ പറ്റിയപ്പോ തന്നെ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടി. ഞാനത് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതെ കുത്തിരിക്കണേ ആരും അറിയില്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്നുള്ള ആരും അറിയില്ല. അപ്പൊ നമ്മളെ കഴിവുകളെ മറ്റുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഇവിടെ ഇരിക്കുന്നവരോടും കൂടി എനിക്ക് അതാ പറയാനുള്ളത്. എപ്പോഴും ഗോപികയും മറ്റുള്ളവർ ഇങ്ങനെ വിളിച്ചിട്ട് ഓരോരുത്തരെ കൊണ്ടും ഫീഡ്ബാക്ക് പറയിക്കാറ്. അങ്ങനെ പറയാതെ മുന്നോട്ട് വരണം. അപ്പൊ നമ്മളെ സ്കില്ല് നമ്മൾ തന്നെയാണ് വളർത്തിയെടുക്കേണ്ടത്, നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതും. നല്ല ക്ലാസ് ചെയ്യുന്നു സാർ. ഓക്കെ, താങ്ക് യു. അപ്പൊ ടീച്ചർ പറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് ചെറിയൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്ത് പോകുന്ന സംഭവമാണ്. ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം, അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പൊ രാവിലെ ഹസ്ബൻഡും വൈഫും വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അപ്പോ അങ്ങനെ പ്രശ്നമായി. പിന്നെ ഹസ്ബൻഡ് സ്കൂളിൽ ഒരു പിയൂണാണെന്ന് സങ്കല്പിക്കാം. അങ്ങനെ ഇദ്ദേഹം സ്കൂളിലോട്ട് വരികയാണ്. വൈഫിനായിട്ട് തർക്കിച്ച് പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ ഈ പിയൂണ് സ്കൂളിൽ എത്തിയ ഉടനെ പിന്നെ ഒരു മാഷ് വന്നിട്ട് സാറോട് ചോദിച്ചു, പിയൂണിനോട് ചോദിച്ചു, എന്റെ ക്ലാസ്സിന്റെ കീ ഒന്ന് എടുത്തു തരുമോന്ന് ചോദിച്ചു. അതില് പിയൂണാണ് പൊട്ടിത്തെറിച്ചു. പിന്നെ സാറിന് എന്താ എടുത്താല്, ഇത്ര അടുത്തല്ലേ, താങ്കൾക്ക് എന്താ എടുത്താലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മാഷിനോട് കയർത്ത് സംസാരിച്ച് ആകെ പിന്നെ മാഷ് വളരെ കൂളായിട്ടാണ് ചോദിച്ചത്, പിന്നെ ആ കീ ഒന്ന് എടുത്തു തരുമെന്ന്. പക്ഷെ പിയൂണ് രാവിലത്തെ ആ ഭാര്യയുമായുള്ള തർക്കം ഈ മാഷോട് എന്ത് ചെയ്തു, ആ ദേഷ്യം അവിടെ തീർത്തു. മാഷ് പിന്നെ ആകെ പിന്നെ മൂടാണ്ട് മാറി, ചേഞ്ചായി. വളരെ കൂളായി വന്ന മാഷ് പിന്നെ എന്നോട് പിയൂണ് തർക്കിക്കുക, എന്റെ എത്രയോ ലെവലിലുള്ള താഴെയുള്ള മനുഷ്യന് എന്നോട് എന്ത് ചെയ്തു, തർക്കിച്ചു എന്നുള്ള ചിന്താഗതിയുമായി, എന്നോട് മോശമായി പെരുമാറി എന്നുള്ള ചിന്തയും വെച്ച് അതായി പിന്നെ ആ മനുഷ്യന്റെ മനസ്സ് മുഴുവനും. അങ്ങനെ ക്ലാസ്സിലെത്തിയപ്പം ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ പിയൂണ് കൊടുത്ത നെഗറ്റീവ് എനർജിയിൽ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്, ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് കണ്ടപ്പം ഈ ദേഷ്യം മുഴുവനും മാഷ് ആ കുട്ടിയിൽ തീർത്തു. നന്നായിട്ട് അടിച്ചു. ആ കുട്ടി കരഞ്ഞു. ആകെ പിന്നെ പ്രശ്നമായി. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തി ഈ കുട്ടി. അപ്പൊ വീട്ടിലെത്തിയ ഉടനെ ഈ കുട്ടി അന്ന് മാഷ അടിച്ച ദേഷ്യത്തിലാണ്, മുഖമൊക്കെ വീർപ്പിച്ച്, പിന്നെ കുട്ടി ആരോട് സംസാരിക്കുന്നില്ല. അന്ന് പിന്നെ കുട്ടികളിങ്ങനെ തെറ്റിയിരിക്കുമല്ലോ നമ്മളെ വീട്ടിലൊക്കെ, അപ്പൊ ആ രൂപത്തിലാണ്. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തിയ ഉടനെ അമ്മ പറഞ്ഞു ഈ കുട്ടിയോട്, മോനെ കടയിൽ പോയി സാധനം വാങ്ങി വരുമെന്ന് പറഞ്ഞു. ഈ മകന് ഈ അമ്മയുടെ ഡയലോഗ് കേട്ടതും അമ്മയോട് കയർത്തു. എന്താ അമ്മക്ക് പോയി വാങ്ങിയാല്, ഞാൻ എന്നും സാധനം വാങ്ങുന്നുണ്ടല്ലോ, ഇന്ന് അമ്മ വാങ്ങിക്കോന്ന് പറഞ്ഞ് അമ്മയോട് ചൂടായി. ഇനി ഈ ദേഷ്യം നേരെ കിട്ടൽ ഇനി പിന്നെ അമ്മയുടെ പിന്നെ ഹസ്ബൻഡ്, അച്ഛൻ വരുന്ന സമയത്ത് അച്ഛനിലേക്ക് അമ്മ എന്ത് ചെയ്യും, ഈ ഇമോഷൻ കൈമാറും. അപ്പൊ നെഗറ്റീവ് ഇമോഷൻസ് പെട്ടെന്ന് ഷെയർ ആയി പോകും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്. ഇപ്പൊ രാവിലെ തന്നെ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം വല്ലാത്തൊരു സന്തോഷത്തിലും പിന്നെ മാനസികമായ സംതൃപ്തിയിലും വൈബിലുമാണ് നമ്മളുടെ ലൈഫ് തുടങ്ങുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ ഫുള്ള് നെഗറ്റീവ്, എണീറ്റ ഉടനെ നെഗറ്റീവ് എനർജിയിലാണ് അന്നത്തെ ദിവസം ആരംഭിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അന്നത്തെ ആ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനത്തിലും ഈ പിന്നെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. എന്നാ ഇന്നത്തെ ഈ പോസിറ്റീവ് വൈബ് നമ്മളുടെ ലൈഫിൽ ഇന്നത്തെ പ്രവർത്തനങ്ങളിലൊക്കെ അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു അപ്പൊ സാർ. ഇതില് താങ്ക് യു. ഓക്കെ, ശരി. Thank you, sir. Then Divya ma'am. ഹലോ, ഗുഡ് മോർണിംഗ് സർ. വളരെയധികം മനോഹരമായിട്ട് പറഞ്ഞു സാറ്. സത്യമാണ്, ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ മോർണിംഗിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ്. ഇഫ് നെഗറ്റീവ് ആണ് ഇമോഷൻസ് നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, നമ്മളുടെ ഓരോ പ്രവൃത്തികളിലും അത് കാണുമെന്നാണ് പറയുന്നത്. അത് വേറൊരാൾക്ക് നമ്മള് എത്ര നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അതിലൂടെ വരികയും അവർക്കും അത് സ്പ്രെഡ് ആവുകയും അവരിലൂടെ വേറൊരു വ്യക്തിക്ക് സ്പ്രെഡ് ആവുകയും ചെയ്യും. അത് സാറ് പറഞ്ഞ് വളരെയധികം കറക്റ്റ് ആണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയാ, മോർണിംഗിൽ നല്ല നല്ല ചിന്തകൾ വരണമെന്ന് പറയുകയും
ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് കൂടുതൽ എനർജറ്റിക് ആവാനായിട്ട് നമ്മൾക്ക് കഴിയുകയും ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, ബി മാജിക്കിൽ വന്നതിൽ പിന്നെയാണ് ഇത്രയും നല്ലൊരു ക്ലാസ്സുകൾ കേൾക്കാനും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും മെഡിറ്റേഷൻസുകൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അതിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന നല്ല നല്ല മാറ്റങ്ങൾ നമ്മൾ മറ്റൊരു ഉള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മളുടെ വൈബ്രേഷൻസിനെ, എനർജിയെ എന്താ പറയാ 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒപ്പം സിന്ധു മാമിനും ഒരുപാട് ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഇനി അൽതാഫ് സർ, താങ്ക് യു സോ മച്ച്. ഇതുപോലെ നല്ലൊരു സെഷൻ, ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾക്ക് തന്നതിന്. ഇനി ഇന്നത്തെ ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുക. എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സും കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യാൻ പറ്റട്ടെ. ഇനി നമുക്ക് നല്ലൊരു സെഷനിൽ പിന്നീട് കാണാം. അപ്പോൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഓക്കെ ഗോപിക, താങ്ക് യു. നല്ലൊരു സെഷനിൽ താങ്ക് യു സർ. താങ്ക് യു Okay, സാറേ, താങ്ക് യു, താങ്ക് യു. വെൽക്കം. thank you, Altaf sir. എല്ലാവരും Thank you all. ഇനി ഓക്കെ, താങ്ക് യു.